നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലുള്ള 10th സ്റ്റാൻഡേർഡിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ആവുന്ന റിയൽ നമ്പേഴ്സ് ആണ്. അതിലെ ആദ്യത്തെ സെക്ഷൻ എന്താണ്? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് പഠിക്കും മുന്നേ നമുക്ക് ഈ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് ഒന്ന് നോക്കാം. എന്താണ് ഈ പ്രൈം നമ്പേഴ്സ്? ഒരു നമ്പറിനെ ഒന്നുകൊണ്ടും പിന്നെ ആ നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ ആ നമ്പറിനെ പ്രൈം നമ്പർ എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു നമ്പർ എടുക്കുന്നു, അതിനെ നമുക്ക് ഒന്നുകൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു, പിന്നെ ആ നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ ആ നമ്പർ ഒരു പ്രൈം നമ്പറാണ്. വേറെ ഒരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ നമ്പർ ഒരു പ്രൈം നമ്പർ ആണ്. എന്താണ് അതിന്റെ ഡെഫിനിഷൻ? എ പ്രൈം നമ്പർ ഹാസ് എക്സാക്ട്ലി ടു ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് ഡിവൈസർ വൺ ആൻഡ് ഇറ്റ്സെൽഫ്. എന്താണ്? രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് ഡിവൈസർ മാത്രമേ അതിനുണ്ടായിരിക്കത്തുള്ളൂ. അതെന്തൊക്കെയായിരിക്കും? ഒന്നും പിന്നെ ആ നമ്പറും. ഉദാഹരണത്തിന് നമുക്ക് 2 നോക്കാം. 2 ഒരു പ്രൈം നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാം. 2 നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 1 കൊണ്ട് 2 ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 2 കിട്ടും. പിന്നെ 2 നമുക്ക് അടുത്ത നമ്പർ ഏതാണ്? 1 കഴിഞ്ഞ് അടുത്ത നമ്പർ ഏതാണ്? 2 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 കിട്ടും. അപ്പൊ 2 നമുക്ക് 1 കൊണ്ടും 2 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 3 കൊണ്ടോ 4 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? 1 ആൻഡ് ഇറ്റ്സെൽഫ്. അതെ, 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു, 2 കൊണ്ട്, അതായത് അതിനെ ആ നമ്പർ കൊണ്ട്, ഇറ്റ്സെൽഫ് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അതൊരു പ്രൈം നമ്പർ ആണ്. ഇനി നമുക്ക് 3 നോക്കാം. ഇപ്പൊ 3 നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 3 നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 3 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 3 കിട്ടും. പിന്നെ 3 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അടുത്ത നമ്പർ ഏതാണ്? 3 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ്? 1 ആണ് ആൻസർ. അപ്പൊ 3 നമുക്ക് 1 കൊണ്ടും പിന്നെ ആ നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് 3 ഒരു പ്രൈം നമ്പർ ആണ്. അടുത്ത് നമുക്ക് 4 എടുക്കാം. 4 എടുത്തു കഴിഞ്ഞാലോ 4നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ്? 4. 4നെ നമുക്ക് ഇനി അടുത്ത 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് 4നെ ഡിവൈഡ് ചെയ്താൽ എത്ര കിട്ടും? 2 ആണ് ആൻസർ. പിന്നെ 4നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ അടുത്ത നമ്പർ ഏതാണ്? 4. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ്? 1 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആണെങ്കിലോ 3 നമ്പർ കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു അല്ലേ? 4നെ നമുക്ക് 3 നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ കണ്ടീഷൻ എന്താണ്? പ്രൈം നമ്പറിന്റെ ഡെഫിനിഷൻ എന്താണ്? 2 ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് ഡിവൈസർ ആണ്. ഇത് വന്നിട്ടാണെങ്കിലോ 3 ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് ഡിവൈസർ കൊണ്ട് നമുക്ക് 4നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ 4 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. കാരണം എന്താണ് ഡെഫിനിഷൻ? 1 പിന്നെ ആ നമ്പർ മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അതായത് 1 കൊണ്ടും പിന്നെ ആ നമ്പർ ആകുന്ന 4 എന്ന് പറയുന്ന ആ നമ്പർ ആകുന്ന 4 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് 4 വന്നിട്ടൊരു പ്രൈം നമ്പർ അല്ല. അടുത്ത് നമുക്ക് 5 എടുക്കാം. 5 ഒരു പ്രൈം നമ്പർ ആണോ ചെക്ക് ചെയ്യാം. 5 ഡിവൈഡഡ് ഓഫ് 1 5. 5 ഡിവൈഡഡ് ഓഫ് 2 കൊണ്ട് പറ്റുമോ? ഇല്ല. 3 കൊണ്ട് പറ്റുമോ? ഇല്ല. 4 കൊണ്ട് പറ്റില്ല. പിന്നെ ഏതാണ്? 5 കൊണ്ട്. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ എത്രയാണ്? 1. അപ്പൊ ഇവിടെ എന്താണ്? 5നെ നമുക്ക് 1 കൊണ്ടും പിന്നെ ആ നമ്പർ ആവുന്ന 5 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതായത് ഈ ഡെഫിനിഷൻ പറയുന്ന രീതിയിൽ 1 കൊണ്ടും പിന്നെ ആ നമ്പർ കൊണ്ട് മാത്രമേ 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ 5 ഈസ് ദ പ്രൈം നമ്പർ. നെക്സ്റ്റ് എന്താണ്? 6 നോക്കാം. 6നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6. നെക്സ്റ്റ് 6നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. 6നെ നമുക്ക് പിന്നെ എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2. പിന്നെ 6നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ 1. അപ്പൊ ഇവിടെ നോക്കിയാണ് 2 ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് ഡിവൈസർ അല്ല, 4 ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് ഡിവൈസർ ആണ് വന്നിരിക്കുന്നത് അല്ലെ? 4 നമ്പേഴ്സ് കൊണ്ട് നമുക്ക് 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഈ ഡെഫിനിഷൻ അനുസരിച്ച് ഇതൊരു പ്രൈം നമ്പർ അല്ല. 6 ഒരു പ്രൈം നമ്പർ അല്ല. ഇപ്പൊ 6 അല്ല. ഇനി അടുത്ത് നമുക്ക് 7 നോക്കാം. 7നെ നമുക്ക് 1 കൊണ്ട് പറ്റും. 7. പിന്നെ 7നെ നമുക്ക് 7 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 1. അപ്പൊ 7നെ 1 കൊണ്ട് പിന്നെ 7 കൊണ്ടും അതിനെ ആ നമ്പർ കൊണ്ട് മാത്രമേ നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് 7 ഒരു പ്രൈം നമ്പർ ആണ്. ഇനി അടുത്ത് എന്താണ്? 8. 8നെ നമുക്ക് ഒരുപാട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ 9നെ നമുക്ക് 1 കൊണ്ടും 3 കൊണ്ടും പിന്നെ 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. 10
1 കൊണ്ടും 2 കൊണ്ടും പിന്നെ 5 കൊണ്ടും പിന്നെ 10 കൊണ്ടും 10നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ 11 എടുത്തു കഴിഞ്ഞാലോ 11 നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 11 ടൈംസ് 11 പിന്നെ നമുക്ക് ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ? 11 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 11 നമുക്ക് 1 കൊണ്ടും പിന്നെ ഇറ്റ്സെൽഫ് ആ നമ്പർ കൊണ്ട് 11 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് 11 ഒരു പ്രൈം നമ്പർ ആണ്. പിന്നെ നമുക്ക് 12 വന്ന് നമുക്ക് 2 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട് ഒക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 12 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. നെക്സ്റ്റ് എന്താണ്? 13. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇങ്ങനെയുള്ള നമ്പറുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു നമ്പറിനെ 1 കൊണ്ടും പിന്നെ ആ നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള പ്രൈം നമ്പറാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. പിന്നെ ഇവിടെ നമ്മൾ ഒരാളെ വിട്ടുപോയി, 1 അല്ലേ? ഈ നാച്ചുറൽ നമ്പറിൽ 1 എന്നുള്ള നമ്പറിനെ നമ്മൾ വിട്ടു പോയായിരുന്നു. 1 ഒരു പ്രൈം നമ്പർ അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 1നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആൻസർ എത്രയാണ്? 1. പിന്നെ എന്താണ് പറയുന്നത്? 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. പിന്നെ എന്താണ്? ഇറ്റ്സെൽഫ് ആ നമ്പർ കൊണ്ട്. ഇവിടെ ആ നമ്പർ എന്ന് പറയുന്നത് 1 തന്നെ, 2 1 തന്നെ. അപ്പൊ നെക്സ്റ്റ് ഒരു നമ്പർ വരുന്നില്ല. അതായത് ഒരു യുണീക് ഡിവൈസർ ആണ്. 1 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് 1 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് 1 വന്നിട്ട് ഒരു പ്രൈം നമ്പർ അല്ല. 1 ഒരു പ്രൈം നമ്പർ അല്ല. അപ്പൊ 2 തൊട്ട് അങ്ങോട്ടുള്ളതാണ് പ്രൈം നമ്പർ. 2 3 5 7 11 30 പിന്നെ 70 അങ്ങനെ പോകും. ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു നമ്പർ തന്നിട്ട് അത് പ്രൈം നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? അതിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, പിന്നെ ആ നമ്പർ അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അതൊരു പ്രൈം നമ്പർ അല്ല. 1 പിന്നെ ആ നമ്പർ മാത്രമേ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതിന്റെ ഡിവൈസർ ആയിട്ടുള്ളൂ എങ്കിൽ ദാറ്റ്സ് എ പ്രൈം നമ്പർ. ഇനി നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇനി നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. ഈ കൊടുത്തിരിക്കുന്ന ഓരോ നമ്പറും പ്രൈം ഫാക്ടേഴ്സിന്റെ പ്രോഡക്ട്സ് ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഏതൊരു നമ്പർ ഏതെങ്കിലുമൊക്കെ നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 6 എന്ന് പറയുന്നത് ഏതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും? 2 into 3 അല്ലേ? അതുപോലെ തന്നെ 6 നമുക്ക് വേറെ 1 into 6. അപ്പൊ ഇവിടുത്തെ പ്രൈം ഫാക്ടർ, പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നായിരുന്നു. 2 ഒരു പ്രൈം നമ്പർ ആണ്, 3 ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ 6ന്റെ പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 2 into 3 ആണ് 6ന്റെ പ്രൈം നമ്പർ. അതേസമയം 1 എന്ന് പറഞ്ഞാൽ നോട്ട് എ പ്രൈം നമ്പർ. 6 ഒരു പ്രൈം നമ്പർ അല്ല. 6 അറിയാലോ, ഒരു പ്രൈം നമ്പർ എന്ന് പറയുന്നത് 1 കൊണ്ടും പിന്നെ ആ നമ്പർ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ ആണെങ്കിലോ നമുക്ക് 1 ഒരു പ്രൈം നമ്പർ അല്ല. 6 എന്ന് പറയുന്നത് 6നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 കൂടുതൽ നമ്പറോട് ഡിവൈഡ് ചെയ്യാം. സോ 6 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. അപ്പൊ 6ന്റെ പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഈ 2ഉം ഈ 3യുമാണ് 6ന്റെ പ്രൈം ഫാക്ടർ. അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ വലിയ ഡിജിറ്റ് നമ്പറിന്റെയും പ്രൈം ഫാക്ടർ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ നമുക്ക് അതിനു മുന്നേ നമുക്ക് ഈ നമ്പർ ഈവൻ ആണോ ഓഡ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന നമ്പർ ഏതാണ്? 21,252. ഇതൊരു ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് ആദ്യം നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈവൻ നമ്പർ ഓഡ് നമ്പർ തിരിച്ചറിയുന്നത്? ഒരു നമ്പറിനെ നമുക്ക് 2 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നമ്പർ ഒരു ഈവൻ നമ്പർ ആണ്. ഫോർ എക്സാമ്പിൾ 6നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ടൈംസ് 6 കിട്ടുന്നു, ബാലൻസ് 0. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ആയി, ബാലൻസ് എത്രയാണ്? 0. അതേസമയം 7നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ആയിട്ടേ പറ്റുള്ളൂ? 3 ടൈംസ് 6, ബാലൻസ് 1. അപ്പം 0 വരുന്നില്ല, 1 വരുന്നു. അപ്പൊ ഇത് ഓഡ് നമ്പർ, ഇത് വന്നിട്ട് ഈവൻ നമ്പർ. അപ്പൊ ഇത് ഈവൻ, ഇത് ഓഡ്. ഇങ്ങനെയാണ് ഈവൻ ആൻഡ് ഓഡ് തിരിച്ചറിയുക. അപ്പൊ ഒരു നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാലൻസ് 0 ആണ് വരുന്നതെങ്കിൽ ആ നമ്പർ ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഒരു നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാലൻസ് 0 വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ ഓഡ് നമ്പർ ഈവൻ നമ്പർ മനസ്സിലായല്ലോ. അപ്പൊ ഇതൊരു ഈവൻ നമ്പർ ആണ്. ഇത്രയും വലിയ നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട, അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് നോക്കിയാൽ മതി. ഒരു ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? ഇത് 2 ആണ്. 2 ഒരു ഈവൻ നമ്പർ ആണ്. സോ ദിസ് നമ്പർ ഈസ് ഈവൻ. അപ്പൊ ഈവൻ നമ്പറിനെ എങ്ങനെ തിരിച്ചറിയാം? ഈവൻ നമ്പർ
0 2 4 6 8 ഈ ഡിജിറ്റുകൾ ഈ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റ് ഉണ്ടെങ്കിൽ ആ നമ്പർ ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ ഒരു നമ്പർ ഈവൻ ആണോന്ന് എങ്ങനെ അറിയാം? 0 2 4 6 8 ഇതിൽ ഏതെങ്കിലും ഒരു ഡിജിറ്റ് ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതൊരു ഈവൻ നമ്പർ ആണ് നമുക്ക് പറയാം. അപ്പൊ ഇതൊരു ഈവൻ നമ്പർ ആണ്, ഇത് ഈവൻ നമ്പർ ആണ്, ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. സോ ദിസ് നമ്പർ ഈസ് ഈവൻ. ഇനി ഓഡ് നമ്പർ ആണെങ്കിലോ, ഓഡ് നമ്പർ എങ്ങനെയാണ് തുടങ്ങുന്നത്? 1 3 പിന്നെന്താണ് 5 7 9. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് 1 3 5 7 9 ആണെങ്കിൽ ആ നമ്പർ ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് കിട്ടിയ നമ്പർ വന്നിട്ട് ഈവൻ നമ്പർ ആണ്, 21,252. ഈ നമ്പറിനെ നമുക്ക് ഫസ്റ്റ് എന്തുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ബിക്കോസ് ദിസ് നമ്പർ ഈസ് ഈവൻ. അപ്പൊ 21,252 ഇതിനെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ 2വിനെ ഞാൻ 1 ടൈംസ് അല്ലെ, ഒരു വട്ടം, 2ന്റെ ടേബിൾ ഒരു വട്ടം പറഞ്ഞ 2 കിട്ടും. അപ്പൊ 2ന്റെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0. പിന്നെ എന്താണ് 1. 1നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 0 ഇടണം. അടുത്ത നമ്പറിനെ ഇറക്കും മുന്നേ, നെക്സ്റ്റ് നമ്പറിനെ ഇറക്കും മുന്നേ നമ്മൾ മുകളിൽ 0 ഇടണം. നെക്സ്റ്റ് എന്താണ്? 2വിനെ താഴെ ഇറക്കി 12. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 6 ടൈംസ് 12 കിട്ടും, ബാലൻസ് 0. പിന്നെ നെക്സ്റ്റ് നമ്പർ ഏതാണ്? 5. 5നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, എത്രയാണ്? 2 ടൈംസ് 4, ബാലൻസ് 1. പിന്നെ എന്താണ്? 2. ഈ 2വിനെ താഴെ ഇറക്കി 12 ആയി. 12നെ 2 എന്നിട്ട് എത്രയാണ്? 6 ടൈംസ്, അപ്പോൾ 12, ബാലൻസ് 0. ഓക്കെ. അപ്പം എന്താണ് 21,252നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ 1626. ഇതാണ് ഇതിന്റെ ആൻസർ. 1626. 10,000. ഓക്കെ. ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് ലൈൻ വരയ്ക്കണം. എന്നിട്ട് എന്താണ് നോക്കണം എത്രയാണ്? ഇതൊരു ഈവൻ നമ്പർ ആണ്. ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 2ന്റെ ടേബിൾ 10ൽ എത്രയാണ്? 5 ടൈംസ്, 6ൽ 3 ടൈംസ്, 2ൽ 1 ടൈംസ്, 6ൽ 3 ടൈംസ്. വീണ്ടും നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ അടുത്ത് എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണത്? അടുത്ത് നമുക്ക് അറിയാം ഈ നമ്പർ എന്താണ്? 3 ആണ്. 3 എന്ന് പറയുന്നത് ഏതിൽ പെടും? ഓഡ് നമ്പറിൽ പെടും അല്ലെ? ഓഡ് നമ്പർ ആണ് 3. സോ ദിസ് ഡിജിറ്റ് ഈസ് ഓഡ് ഡിജിറ്റ്. ഇത് വന്നിട്ട് ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറിനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓഡ് നമ്പറിനെ നമ്മൾ എന്താണ്? 2ന്റെ അടുത്ത നമ്പർ ഏതാണ്? 3. 3 കൊണ്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. 5 3 1 3 3. ഇപ്പൊ 3യുടെ ടേബിൾ 5ൽ 1 3s are 3. ബാക്കി എത്രയാണ്? 2. ഇവിടെ 3 വന്നു. 7 ടൈംസ് അല്ലേ? 21. ബാക്കി 2. ഇവിടത്തെ 1 താഴെ ഇറക്കി. 7 ടൈംസ് 21. പിന്നെ എന്താണ്? 3 ഉണ്ട്. ഈ 3യെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 3s are 3 0. അപ്പോൾ 1771 ആണ് 3 കൊണ്ട് ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടണം. 1771. ഇനി 1771 ഇതിന് നമുക്ക് ഇനി അടുത്ത ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 4 കൊണ്ട് പറ്റില്ല, 5 കൊണ്ട് പറ്റില്ല, 6 കൊണ്ട് പറ്റില്ല. നമുക്ക് 7 കൊണ്ടൊന്നും ചെയ്തു നോക്കാം. 1771 7 കൊണ്ട് 2 ടൈംസ് എത്രയാണ്? 14 കിട്ടും. 14 പോയാൽ ബാക്കി എത്രയാണ്? 3. പിന്നെ എന്താണ്? 7. 5 ടൈംസ് 35 അല്ലേ? 7 into 5 35. ബാക്കി എത്രയാണ്? 2. പിന്നെ ഈ 1. അപ്പൊ എന്താണ്? 7 കൊണ്ട് 21ൽ എത്രയാണ്? 21, ബാലൻസ് 0. അപ്പൊ 253 ആണ്. നമ്മൾ ഇതിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 253. നെക്സ്റ്റ് നമ്പർ ഏതാണ്? 253. അപ്പം നമുക്ക് ഇനി നോക്കാം 253 ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 3 ആണ്. നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 5 കൊണ്ട് പറ്റില്ല, 6 കൊണ്ട് പറ്റില്ല, 7 8 9 ഒന്നും പറ്റത്തില്ല, 10 പറ്റത്തില്ല. നമുക്കിതിനെ 11 കൊണ്ടൊന്ന് ചെയ്തു നോക്കാം. 253
1 11s are 11, 2 11s are 22, 2 11s are 22, ബാക്കി എത്രയാണ് 3 33. അപ്പോൾ 1 11s are 11, 2 11s are 22, 3 11s are 33. അപ്പോൾ 3 11s are 33, ബാലൻസ് 0. അപ്പോൾ എന്താണ് 11 കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും 23 കിട്ടും. ഈ 23 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പറിന്റെ പ്രത്യേകത എന്താണ്, അതിന് ഒന്നുകൊണ്ട് പിന്നെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 23 നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. 23 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാലൻസ് ആൻസർ 1 ആണ്. അപ്പൊ ഇവിടെ ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അടുത്തതും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിനെ നമുക്ക് 7 കൊണ്ടേ പറ്റുള്ളൂ, ഇതിനെ നമുക്ക് 11 കൊണ്ടേ പറ്റുള്ളൂ, ഇതിനെ 23 കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അതെങ്ങനെ എഴുതാം, പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 21,252 is equal to ഏതൊക്കെയാണ് 2 ഇൻറ്റു പിന്നെ ഈ 2 ഇൻറ്റു പിന്നെ ഇത് 3 ഇൻറ്റു പിന്നെ 7 ഇൻറ്റു പിന്നെ ഇത് 11 ഇൻറ്റു ഇത് 23. ഇത് ഇത്രയാണ് പ്രോഡക്റ്റ് ഓഫ് ഈ ഒരു നമ്പറിന്റെ പ്രൈം ഫാക്ടർ. ഇതെല്ലാം പ്രൈം നമ്പറാണ്. 2 ഒരു പ്രൈം നമ്പറാണ്, 3 പ്രൈം നമ്പറാണ്, 7 പ്രൈം നമ്പറാണ്, 11 പ്രൈം നമ്പറാണ്, 23 ഒരു പ്രൈം നമ്പറാണ്. അപ്പൊ എക്സ്പ്രസ് അവർ നമ്മളോട് പറഞ്ഞത് എന്താണോ അത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ട് എഴുതാം. എങ്ങനെ 2 എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പൊ 2 raised to 2 എന്ന് എഴുതാം. 2 into 2, 2 എത്ര 2 എണ്ണം ഉണ്ട്, ഇൻറ്റു 3 ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ, പിന്നെ 7 പിന്നെ 11 പിന്നെ 23 നമുക്ക് ഷോർട്ട് ആയിട്ട്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ തരാം, എക്സാമിന് വരാം. പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മൾ അത് കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ ഇതുപോലെ എഴുതിയാൽ മതി. ഇത് നിങ്ങൾ ആൻസർ ഷീറ്റ് ഉണ്ടായിരിക്കണം, ടീച്ചേഴ്സിന് കാണാൻ വേണ്ടി ആൻസർ ഷീറ്റിൽ എങ്ങനെയാണ് ആ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചെന്നുള്ളത് അതിന് മാർക്കുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 8232. ഇതാണ് ഇതിന്റെ പ്രൈം ഫാക്ടേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത്. നമുക്ക് എഴുതാം 8232. അപ്പം ഇതെന്താണ്, ലാസ്റ്റ് ഡിജിറ്റ് 2 ആണ്. സോ ദിസ് നമ്പർ ഈസ് ഈവൻ നമ്പർ, അതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2വിന്റെ ടേബിൾ 8ൽ എത്ര വട്ടമാണ് 4 ടൈംസ് അല്ലേ. 2വിന്റെ ടേബിൾ 2ൽ 1 ടൈംസ്, 2വിന്റെ ടേബിൾ 3ൽ 1 ടൈംസ്, ബാലൻസ് 1, അത് എത്രയാവും 12 ആവും. 12ൽ എത്ര ടൈംസ് 6 ടൈംസ്. ഇതും എന്താണ് ഒരു ഈവൻ നമ്പർ ആണ്, ബിക്കോസ് ലാസ്റ്റ് ഡിജിറ്റ് ഈസ് 6. സോ വി ക്യാൻ യൂസ് 2. 2 കൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ചെയ്ത് നോക്കാം. 4 1 1 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2വിന്റെ ടേബിൾ 4ൽ എത്രയാണ് 2 ടൈംസ് 4 0. നെക്സ്റ്റ് 1നെ താഴെ ഇറക്കി, 1നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സോ ഇവിടെ 0 ഇടണം. എന്നിട്ട് നെക്സ്റ്റ് നമ്പർ താഴെ ഇറക്കാവൂ. 11ൽ 5 ടൈംസ് ആണ് അല്ലേ. 2വിന്റെ ടേബിൾ 5 ടൈംസ് 10, ബാലൻസ് 1. ഈ 1നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 2 കൊണ്ട്, ഇല്ല. നെക്സ്റ്റ് ഡിജിറ്റ് 6നെ ഇറക്കുന്നു. 6നെ നമ്മൾ ഇറക്കുമ്പോഴത്തേക്ക് 16 ആയി. 16ൽ 2 വന്നിട്ട് 8 ടൈംസ് 16 ആവും. 2058. ഇതും എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് 8 ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2വിന്റെ ടേബിളിൽ ഇവിടെ ചെയ്ത് നോക്കാം. 2058നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2വിന്റെ ടേബിൾ 2ൽ 1 ടൈംസ് 2, പിന്നെ 0 ആയ നെക്സ്റ്റ് ഡിജിറ്റ് 0 ഉണ്ട്, അത് നമുക്ക് ഇവിടെ എഴുതാം. നെക്സ്റ്റ് എന്താണ് 5നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 2s are 4, 2 2s are 4, ബാലൻസ് 1, പിന്നെ 8, 9 2s are 18. അപ്പോൾ 1029 ആണ് നമുക്ക് കിട്ടിയത്. നെക്സ്റ്റ് ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ് 9 ആണ്. 9 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പറിനെ നമുക്ക് ഈവൻ നമ്പർ ആവുന്ന 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് 2 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്താൽ മതി. അത് ഇവിടുത്തെ ഡിജിറ്റുകളെല്ലാം കൂട്ടിയത് 9ന്റെ കൂടെ 2 കൂട്ടിയാൽ 11, 11 1 12. 12 നമുക്ക് 3ന്റെ ടേബിളിൽ ഡിവൈഡ് ചെയ്യാമല്ലോ. സോ
തൗസൻഡ്സ് ആർ 29. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് 3 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 10ൽ 3യുടെ ടേബിൾ എത്രയാണ്? 3 ടൈംസ് 3 3s are 9, ബാലൻസ് 1 2, എന്താണ് 4 3s are 12, പിന്നെ എന്താണ് 0, നെക്സ്റ്റ് നമ്പർ എന്താണ് 9, 9 നിന്നിട്ട് 3 3s are 9 0. അപ്പോൾ 3 4 3 ആണ് ആൻസർ. 3 4 3 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ. ഓക്കെ, അപ്പോൾ 3 4 3 കിട്ടി. നമുക്ക് 3 4 3 343 3 കൊണ്ട് ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 4 3 7, 7 3 10. അപ്പോൾ 10 വരുന്നുള്ളൂ. 10 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അല്ല. അപ്പോൾ നമുക്ക് 3 കഴിഞ്ഞാൽ 4 പറ്റില്ല, 5 പറ്റില്ല, 6 പറ്റില്ല, 7 ഒന്ന് നോക്കാം. 343 നമുക്ക് 7 നോക്കാം. 4 ടൈംസ് 28 കിട്ടും. 4 ടൈംസ് 28 കിട്ടും. 34 നിന്ന് 28 പോയാൽ 6 3 63 എന്ന് കിട്ടും. 63 എന്ന് പറയുന്നത് എത്രയാണ്? 9 ടൈംസ് അല്ലെ? 7ന്റെ ടേബിൾ 9 ടൈംസ് പറഞ്ഞാൽ 63 കിട്ടും. ബാലൻസ് 0. അപ്പോൾ 49 ആണ്. 7 കൊണ്ട് 343 ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ. അപ്പോൾ 7 ആണ് ഇവിടുത്തെ ഫാക്ടർ. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 49. 49 നമുക്കറിയാം. 7ന്റെ ടേബിളിലാണ് 49 പറയാൻ പറ്റുന്നത്. എത്രയാണ്? 7 ടൈംസ് അല്ലേ? 7 7s are 49. അപ്പോൾ 7 ടൈംസ് പോയി. ഇനി വീണ്ടും ഒരു 7, ബാലൻസ് 1. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈം ഫാക്ടേഴ്സ് അല്ലേ? ഈ നമ്പറിന്റെ പ്രൈം ഫാക്ടേഴ്സുകൾ ഇതാണ്. എല്ലാം പ്രൈം നമ്പറാണ്. 2 പ്രൈം നമ്പറാണ്, 3 പ്രൈം നമ്പറാണ്, 7 പ്രൈം നമ്പേഴ്സ് ആണ്. സോ ദിസ് ഈസ് ദ പ്രൈം ഫാക്ടേഴ്സ്. നമുക്ക് എന്ത് എഴുതാം? പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 8232 ഈക്വൽ ടു ഏതൊക്കെയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2, ഈ 3 2s ആണ് എഴുതിയത്. പിന്നെ എന്താണ്? 3 ഇൻറ്റു പിന്നെ ഈ 3 7 ഇൻറ്റു 7 ഇൻറ്റു 7. ഓക്കെ, നമുക്ക് ഇതിനെ ഷോർട്ട് ആക്കാം. എങ്ങനെ? എത്ര 2s ഉണ്ട്? 3 2s ഉണ്ട്. അപ്പോൾ 2 raised to 3. പിന്നെ അടുത്ത എന്താണ്? 3 ഇൻറ്റു പിന്നെ 7 എത്ര എണ്ണം ഉണ്ട്? 1 2 3. അപ്പോൾ 7 വന്നിട്ട് 3. അപ്പോൾ 7 raised to 3. അപ്പോൾ 2 raised to 3 ഇൻറ്റു 3 ഇൻറ്റു 7 raised to 3. ഇതാണ് നമ്മുടെ 8232ന്റെ പ്രൈം ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ഈ നമ്പറിന്റെ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? 32,716. ഇതിന്റെ പ്രൈം ഫാക്ടേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 32,716. ഇവിടെ നോക്കൂ, ഇവിടെ 0 ആണ്. 0 ആയതുകൊണ്ട് ഇതെന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. സോ വി ക്യാൻ യൂസ് 2. നമുക്ക് 2 ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാം. 3ൽ 2ന്റെ ടേബിൾ എത്ര വട്ടം? ഒരു വട്ടം, ബാലൻസ് 1. അതിപ്പുറത്ത് വരുമ്പോൾ 12 ആവും. 12ൽ 2ന്റെ ടേബിൾ 6 വട്ടം. ഇനി 7ൽ 2ന്റെ ടേബിൾ 3 വട്ടം, ബാലൻസ് 1. അതിപ്പുറത്ത് വരുമ്പോൾ 16 ആവും. 16ൽ 2ന്റെ ടേബിൾ 8 വട്ടം, പിന്നെ 0 അല്ലേ? ഇനി എന്താണ്? വീണ്ടും എന്താണ്? ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയതുകൊണ്ട് 2 കൊണ്ട് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 16380. 2ന്റെ ടേബിളിൽ 8 2 16, 8 2s are 16, ബാലൻസ് 0. പിന്നെ എന്താണുള്ളത്? 3 3ൽ ഒരു വട്ടം 2, ബാക്കി 1, പിന്നെ 8 9 വട്ടം 18. പിന്നെ എന്താ ഉള്ളത്? 0. ആ 0 ഇവിടെ എടുത്ത് എഴുതാം. അപ്പോൾ എന്താണ്? 8190 ആണ് നമുക്ക് കിട്ടിയത്. ഇനി അടുത്ത 2 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. എന്തുകൊണ്ട്? ഇതൊരു ഈവൻ നമ്പർ ആയതുകൊണ്ട് അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് 0 ആയതുകൊണ്ട് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 8190 വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 2 8. 4 ടൈംസ് 8. ഇനി എന്താണ്? നെക്സ്റ്റ് നമ്പർ ഏതാണ്? ഇത് 0 ആയി. നെക്സ്റ്റ് നമ്പർ 1. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അടുത്ത നമ്പറിനെ ഇറക്കണം. അങ്ങനെ ഇറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ നെക്സ്റ്റ് നമ്പർ 9 ഇവിടെ ഇറക്കാം. 90ൽ 2ന്റെ ടേബിൾ
9 2s are 18. 9 2s are 18. Balance 1 0. 5 times അല്ലേ 10. So 4 0 9 5 ആണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതിന് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. സോ ദിസ് ഈസ് ഓഡ് നമ്പർ. ഓഡ് നമ്പർ ആയതുകൊണ്ട് ഇനി അടുത്ത ഡിജിറ്റ് എടുക്കണം. 2ന്റെ അടുത്ത നമ്പർ ഏതാണ്? 3 ആണ്. 3 കൊണ്ട് ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. എങ്ങനെയാണ്? 9ഉം 5ഉം കൂട്ടി എത്രയാണ്? 14. 14ഉം 4ഉം 18. 18 3ന്റെ ടേബിളിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഈ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 എഴുതി. 3 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 4 0 9 5 3 1 3s are 3. ബാലൻസ് 1. ഈ 0 താഴെ ഇറക്കിയപ്പോൾ 10. 3യുടെ ടേബിള് 3 ടൈംസ് പറഞ്ഞാൽ 9. ബാലൻസ് 1. ഇനി എന്തുണ്ട്? 9 ഉണ്ട്. 9ല് 3യുടെ ടേബിള് 5 3s are 15. 6 3s are 18. 6 3s are 18. ബാലൻസ് 1. പിന്നെ എന്തുണ്ട്? 5. 5 3s are 15. അപ്പോൾ 0. അപ്പോൾ എന്താണ് ഇവിടെ കിട്ടിയത്? 1 3 6 5 കിട്ടി. ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇത് 3 കൊണ്ട് ഓഡ് നമ്പർ ആണ് അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് ദിസ് ഇസ് ഓഡ് നമ്പർ. സോ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അതിന് എന്ത് ചെയ്യാം? ഇതെല്ലാം ഒന്ന് കൂട്ടി നോക്കാം. 6ഉം 5ഉം 11. 11ഉം 3ഉം 14. 14 15. ഇപ്പൊ 15 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 1 3 6 5നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 4 3s are 12. 4 3s are 12. ബാലൻസ് 1. അടുത്ത ഡിജിറ്റ് ഏതാണ്? 6. 16. 16 5 3s are 15. ബാലൻസ് 1. പിന്നെ ഈ 5. 5 3s are 15. ഓക്കെ, 0 ആയി. അപ്പോൾ 4 5 5. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 455 കിട്ടിയത്. 455. ഈ 455 3യിൽ പോകുമോ നോക്കാം. 5ഉം 5ഉം കൂട്ടിയാൽ 10. 10ഉം 4 14. 14 എന്ന് പറയുന്നത് 3യുടെ ടേബിളിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു നമ്പറാണ്. സോ നമുക്ക് 3 പറ്റില്ല. നെക്സ്റ്റ് 4 ആണ്. അത് കഴിഞ്ഞ് വരുന്നത് 5 ആണ്. 5 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് 5ന്റെ ടേബിളിൽ 5 വരും. അതുകൊണ്ട് നമുക്ക് 4 5 5 എന്നുള്ളത് നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 9 ടൈംസ് അല്ലെ? 45 എന്ന് പറയുന്നത് 9 ടൈംസ് ആണ്. 45 0. നെക്സ്റ്റ് ഡിജിറ്റ് എന്താണ്? 5 ആണ്. 5നെ 5ൽ ഒരു വട്ടം അല്ലെ? 5 0. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇവിടെ 91 കിട്ടി. ഇനി ഈ 91ന് നമുക്ക് ലാസ്റ്റ് 1 ആണ് വരുന്നത്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇത് ഈവൻ അല്ല, ഓഡ് നമ്പർ ആണ്. സോ 2 കൊണ്ടോ 3 കൊണ്ട് പറ്റില്ല. പിന്നെ എന്താണ്? 4 പറ്റില്ല, 5 പറ്റില്ല, 6 പറ്റത്തില്ല. 7 പറ്റുമോ എന്ന് നോക്കി നോക്കാം. 91 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും നോക്കാം. 1 7s are 7 അല്ലേ? 9ൽ നിന്ന് 7 പോയ ബാക്കി എത്രയാണ്? 2. നെക്സ്റ്റ് 1. അപ്പൊ 21 കിട്ടി. 21 ചെയ്യാൻ പറ്റുമല്ലോ. എത്രയാണ്? 3 ടൈംസ് അല്ലേ? 3 7s are 21. ബാലൻസ് 0. അപ്പൊ 13 is the answer. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13 is the answer. പക്ഷെ ഇവിടെ നോക്കൂ, 13 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പറിനെ നമുക്ക് ആ നമ്പർ കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ, വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 13നെ നമുക്ക് 13 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യും. ബാലൻസ് ആൻസർ ഈസ് 1. അപ്പോൾ 1ൽ അവസാനിക്കുമ്പോൾ അതോടുകൂടി നമ്മൾ ഫാക്ടറൈസേഷൻ തീരുകയാണ്. സോ ഇവിടെ ഈ ഒരു ഡിജിറ്റിന്റെ, ഈ ഒരു നമ്പറിന്റെ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് ഇതാണ്. പ്രൈം ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇതെല്ലാം പ്രൈം നമ്പർ ആണ്. 2 പ്രൈം ആണ്. 3 5 7 30 എല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പം പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചു. നമുക്ക് എഴുതാം. പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ഏതാണ് നമ്പർ? 32760 ഇസിക്കൽ ടു എന്തൊക്കെയാണ് പ്രൈം ഫാക്ടർ? 2 2 2 അല്ലെ? 2 into 2 into 2. പിന്നെ എത്രയാണ്? 2 3 into 3 into 3. പിന്നെയാണ് 5 into 7 into 30. ഇത് ഇത്രയും മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 32,760 കിട്ടും. അപ്പൊ 32,760യുടെ പ്രൈം ഫാക്ടേഴ്സ് ആണ് ഈ ഡിജിറ്റുകൾ, ഈ നമ്പറുകൾ. ഇത് നമുക്കൊന്ന് ഷോർട്ട് ആക്കാം. 2 എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലേ?
2 1 2 3 അപ്പോൾ 2⁻³ എന്ന് കൊടുക്കാം ഇൻറ്റു 3 എത്ര ഉണ്ട് 2 എണ്ണം ഉണ്ട് അപ്പോൾ 3⁻² എന്ന് കൊടുക്കാം ഇൻറ്റു 5 ഒരെണ്ണേ ഉള്ളൂ സോ 5 ഒരു വട്ടം എഴുതി 7 ഒന്നേ ഉള്ളൂ 13 ഒരെണ്ണമേ ഉള്ളൂ ഇതാണ് ഇങ്ങനെയാണ് നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് എഴുതുന്നത് അപ്പം ഇതൊക്കെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഈ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസുകളൊന്ന് ചെയ്തു നോക്കാം